സഖാവ് സീതാറാം യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞു. യെച്ചൂരിയുടെ ജീവിതം മഹത്തായ ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFIയുടെ പ്രവർത്തകനായും നേതൃത്വമായും സീതാറാം യെച്ചൂരി മാറുകയായിരുന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ കണ്ണിലുണ്ണിയായിരുന്നു സീതാറാം യെച്ചൂരി. 2005 മുതൽ 2017 വരെ 12 വർഷക്കാലം രാജ്യസഭാ അംഗമായിരുന്ന യെച്ചൂരി രാജ്യസഭയിൽ ഇന്ത്യയെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും രാജ്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടത്തെ കൂട്ടിയോജിപ്പിക്കാനും നിരവധി പുതിയ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. രാജ്യസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളിൽ മാത്രമല്ല, ഭരണകക്ഷി അംഗങ്ങളുടെ ഹൃദയത്തിൽ പോലും ഈ മഹത്തായ നമ്മുടെ പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരി അവരുടെ ഹൃദയത്തുടിപ്പായിരുന്നു. ഏത് വിഷയമായാലും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭൗതിക വളർച്ച ഉറപ്പുവരുത്താൻ ഉതകുന്ന രൂപത്തിൽ ആ വിഷയം വിപുലപ്പെടുത്തിയെടുക്കണമെന്നുള്ള വികാരമാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 9 വർഷക്കാലമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി തുടരുകയാണ്. ഈ 9 വർഷക്കാലത്തെ പോരാട്ടം മാത്രമല്ല, ജനറൽ സെക്രട്ടറി എന്നുള്ളതിലേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ CPMനെ നയിക്കാനും വളരെ പ്രാധാന്യത്തോടെ CPMനെ ഇന്ത്യൻ ജനതയുടെ ഭാഗമാക്കി മാറ്റാനുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം ഉജ്ജ്വലം തന്നെയായിരുന്നു. അതാർക്കും മറക്കാൻ കഴിയില്ല. അത്തരം ഒരു വിപ്ലവകാരി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യം വേദനാജനകമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇന്ത്യൻ കൂട്ടായ്മ ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കൂട്ടായ്മ ശക്തിപ്പെടുന്നത് ഇന്ത്യയുടെ സമ്പത്തിനെ ഊറ്റിക്കുടിക്കുന്ന കോർപ്പറേറ്റുകളെ ഇല്ലാതാക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ വികാരത്തെ വിപുലപ്പെടുത്താനാണ്. ആ ഇന്ത്യൻ കൂട്ടായ്മയുടെ യഥാർത്ഥ ഹൃദയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സീതാറാം യെച്ചൂരി. ഇന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും പട്ടണപ്രദേശങ്ങളിലെയും കൃഷിക്കാരും കർഷക തൊഴിലാളികളും മറ്റു ബഹുജനങ്ങളും സീതാറാം യെച്ചൂരിയെ ഓർക്കുമ്പോൾ ഒരിക്കലും മറക്കില്ല. ആ മഹാനായ വിപ്ലവകാരി കൊയിലാണ്ടിയിൽ വന്നപ്പോൾ കൊയിലാണ്ടിയുടെ ജനതയുടെ ഹൃദയം എന്തെന്നില്ലാതെ ആവേശം കൊള്ളുകയായിരുന്നു. ആ വേദിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ, മാത്രമല്ല അദ്ദേഹം കൊയിലാണ്ടിയെക്കുറിച്ച് പഠിക്കാൻ നീണ്ടു കിടക്കുന്ന 31 കിലോമീറ്റർ കടപ്പുറമുള്ള കൊയിലാണ്ടി തീരദേശ മേഖലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വികാരത്തോടുകൂടി മത്സ്യത്തൊഴിലാളി മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വികാരമായിരുന്നു അന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പ്രതിഫലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ഹൃദയത്തുടിപ്പ് സ്വന്തം ഹൃദയത്തുടിപ്പാക്കി മാറ്റാനും അത് ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താനും ഒരു വിപ്ലവകാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉജ്ജ്വലം തന്നെയായിരുന്നു. മഹാനായ മാർക്സിസ്റ്റാണ് അദ്ദേഹം. മാർക്സിയൻ തത്വശാസ്ത്രത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ യഥാർത്ഥ വിപ്ലവകാരി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ മഹത്തായ ചലനങ്ങളെ ഇന്നും ഞങ്ങൾ ഓർക്കുകയാണ്. അത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മറക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനും ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം ഇന്ത്യ രാജ്യത്ത് നടന്നപ്പോൾ, ഡൽഹി വരെ സമരകേന്ദ്രമായി മാറിയപ്പോൾ
ആ സമരത്തിൽ പങ്കെടുത്ത കൃഷിക്കാരുടെ ഹൃദയത്തിൽ പോലും സീതാറാം യെച്ചൂരിയുണ്ട്. കാർഷിക മേഖലയെ തകർക്കാനുള്ള മോഡി സർക്കാരിൻ്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ, നിയമങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം, ആ കർഷക പോരാട്ടത്തെ ശാസ്ത്രീയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയ പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരിയെ ഇന്ത്യൻ കൃഷിക്കാരൻ മറക്കില്ല.